നിങ്ങളുടെ കൂടെ മറ്റൊരാൾ ചോദിക്കുന്നു, എനിക്ക് സമ്പന്നനാവണം. ദൈവം പറയുകയാണ്, എനിക്ക് ഒരേ ഒരാൾക്കേ വരം തരാൻ പറ്റൂ. ആർക്ക് തരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ നോക്കുന്നൊരു സാധനം ഉണ്ടല്ലോ, അതാണ് വൈ ഫാക്ടർ. നിങ്ങൾ പറയുകയാണ്, എൻ്റെ മോളുടെ കല്യാണം എടുത്തു, എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല, എനിക്ക് പൈസ വേണം, അത്യാവശ്യമാണ്, 2 ദിവസം കൂടിയുള്ളൂ കല്യാണത്തിന് എന്ന് നിങ്ങൾ ദൈവത്തോട് പറയുകയാണ്. നിങ്ങളുടെ കൂടെ പ്രാർത്ഥിച്ചാൽ പറയാണ്, അങ്ങനെയൊന്നുമില്ല, എനിക്ക് കുറേ പൈസ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് സ്ഥലമൊക്കെ പോകാമായിരുന്നു, യാത്ര ചെയ്യാമായിരുന്നു, അടിച്ച് പൊളിക്കാമായിരുന്നു. ഇപ്പം ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ ആർക്കായിരിക്കുമോ പൈസ കൊടുക്കാൻ തയ്യാറാവുക? അതാണ് വൈ ഫാക്ടർ. ശക്തമായ ഒരു കാരണത്തെ നിങ്ങൾ സമ്പന്നനാവേണ്ടതിൻ്റെ ആവശ്യവുമായിട്ട് കൂട്ടിക്കെട്ടാൻ സാധിച്ചാൽ ഈ വൈ ഫാക്ടർ നിങ്ങളെ മുന്നോട്ട് നയിക്കും. അപ്പോൾ ഒന്നാമത്തെ അസൈൻമെൻറ്റ് നിങ്ങളുടെ വൈ ഫാക്ടർ കണ്ടെത്തുക. രണ്ടാമത്തെ അസൈൻമെൻറ്റ് 2 കാര്യങ്ങളിൽ നിങ്ങളുടെ ലക്ഷ്യം തീരുമാനിക്കുക. 1 നിങ്ങളുടെ മാസവരുമാനം, 2 നിങ്ങളുടെ ആസ്തി. ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും ജോലിയിലോ ബിസിനസ്സിലോ ഒന്നൊരു മാസവരുമാനം ഉണ്ടാവും. ആ വരുമാനത്തിന് എത്ര കണ്ട് വർധനവുണ്ടാവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ ഒരു കൃത്യമായ, അളക്കാവുന്ന, മെഷറബിളായ, സ്പെസിഫിക്കായ ഒരു സംഖ്യ നിങ്ങൾ എഴുതി വെക്കണം. 2 സമ്പന്നത എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്ഥാപന ജംഗമ വസ്തുക്കളിൽ എന്തൊക്കെ സ്വത്തുവകൾ നിങ്ങളുടെ കീഴിൽ വരുമ്പോഴാണ് നിങ്ങൾ സമ്പന്നരാണ് എന്ന് പണത്തിൻ്റെ കാര്യത്തിൽ കേട്ടോ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുക. അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ നിങ്ങൾ എഴുതി സൂക്ഷിക്കണം. ഇതിൻ്റെ ഒരു രഹസ്യം എന്താണെന്നറിയോ? പണ്ട് ഹെവാർഡ് യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ MBA വിദ്യാർത്ഥികൾ, നിങ്ങൾക്കറിയാം ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളാണെന്നാണ് ഹെവാർഡ് യൂണിവേഴ്സിറ്റി. അവിടുത്തെ വിദ്യാർത്ഥികളെന്ന് പറയുമ്പോൾ അത്ര ബ്രില്യൻ്റ് ആയിരിക്കും.